സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷിക ദിനത്തിൽ ഈ മഹനീയ സദസ്സിൽ വരാൻ കഴിയുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് നമ്മുടെ യുവത്വം. ഞാൻ ഈ കുട്ടികളെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ കുട്ടികളെ കാണുന്നതിന് ഒരു സവിശേഷ കാരണം കൂടിയുണ്ട്. 4-5 മാസം മുമ്പ് ഇന്ത്യയിലെ എല്ലാ വൈസ് ചാൻസലർമാരെയും ഓൺലൈൻ മീറ്റിങ്ങിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഞങ്ങളെല്ലാവരെയും കണ്ടിട്ട് വൈസ് ചാൻസലർമാരോട് ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ കണക്ട് വിത്ത് ദ യൂത്ത് ഓഫ് ദ കൺട്രി. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുമായി വൈസ് ചാൻസലർമാർ നേരിട്ട് ബന്ധം സ്ഥാപിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് കാര്യം പറയുക. അവരോട് പറയേണ്ട കാര്യം ഒന്നാണ്: 2047 നമ്മുടെ ഭാരതം വികസിത ഭാരതമാകാൻ പോകുന്നു. ആ നല്ല വാർത്ത നമ്മുടെ കുട്ടികളെ അറിയിക്കുകയാണെന്ന്. ഞാനിവിടെ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമാകാൻ പോകുന്നു എന്ന നല്ല വാർത്ത ഞാനിതാ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് ഭാരതം ലോകത്തിലെ വികസിത രാജ്യമാകുന്നത്? ലോകത്തിലെ എല്ലാവർക്കും സംശയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾക്ക് ഭയങ്കര സംശയമാണ്. പക്ഷേ പ്രധാനമന്ത്രിക്ക് സംശയമില്ല, ലോകത്തിലെ വിദഗ്ധന്മാർക്ക് സംശയമില്ല, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന് പോലും സംശയമില്ല. കാരണം ലോകത്തിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. ഇവിടെ 60% ആളുകൾ ചെറുപ്പക്കാരാണ്. ഈ ഹാളിൽ ഒരു 80% ആളുകൾ ചെറുപ്പക്കാരാണ്. 80 അല്ല, 90% ആളുകൾ ചെറുപ്പക്കാരാണ്. ഏതൊരു രാജ്യവും വികസിക്കുന്നത് ചെറുപ്പക്കാരിലൂടെയാണ്, യുവത്വത്തിലൂടെയാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്കാണ്. 140 കോടി ജനങ്ങളുടെ 60% എന്നാൽ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയ കുട്ടികളെ എത്ര വരും? അത് 75-80 കോടി ആളുകൾ. 80 കോടി ആളുകൾ, അധ്വാന ശേഷിയുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ. അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വത്താണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഏതാണ്? അമേരിക്ക അല്ലേ? അവിടെ ആകെ 36 കോടി ജനങ്ങളേ ഉള്ളൂ. ആകെ 36 കോടി ജനങ്ങളേ ഉള്ളൂ. ഇവിടെ അധ്വാനശേഷിയുള്ള 80 കോടി ജനങ്ങളുണ്ട്. ആ ജനങ്ങളോടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്: നിങ്ങളുടെ കാലം വന്നിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരുടെയും കാലം വന്നിരിക്കുന്നു എന്നുള്ളത്. 1947 80 വർഷം മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇവിടെ ഒരു ശരാശരി ഇന്ത്യക്കാരന് എത്ര വർഷം ജീവിക്കുമെന്ന് അറിയാമോ? ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയും ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 32 വർഷം. ഒരു ശരാശരി ഇന്ത്യക്കാരൻ 32 വർഷമേ ജീവിക്കുള്ളൂ. ഇന്നോ അത് 70 കഴിഞ്ഞു, 75 കഴിഞ്ഞു, അത് 80 എത്താൻ പോവുകയാണ്. ആലോചിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണക്ക് ശിശുമരണ നിരക്കെന്ന് പറയും ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ. 1000 കുട്ടികൾ ജനിച്ചാൽ അതിൽ എത്ര കുട്ടികൾ 1 വർഷം വരെ ജീവിക്കും? 47 1000 കുട്ടികൾ ജനിച്ചാൽ 250 പേരും മരിച്ചു. പല കാരണങ്ങളാൽ. ഇന്നോ 15-20 ആളുകളെ ദേശീയമായി മരിക്കുന്നുള്ളൂ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് 5 പേർ മാത്രമേ മരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ശിശുമരണ നിരക്ക് വളരെയധികം കുറഞ്ഞു. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെയധികം കൂടി. ഇതൊക്കെ കൂടി വരുമ്പം അമേരിക്കയ്ക്ക് തുല്യമാണ്. നമ്മൾ ഈ കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്ക് തുല്യമാണ്. അമേരിക്ക ഉപയോഗിക്കുന്ന ഏകദേശം 25% മരുന്നുകൾ നമ്മുടെ ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്, നമ്മളാണ് ഉണ്ടാക്കുന്നത്. ആ കഥ നിങ്ങൾക്കറിയാമോ? അവിടെ കളിക്കുന്ന കുട്ടികൾക്കറിയോ? അതുപോലെ
പകർച്ചവ്യാധികൾ കൊണ്ട് ഇഷ്ടം പോലെ ആളുകളിലൂടെ മരിക്കുമായിരുന്നു. അപ്പൊ അതിനെതിരായിട്ടാണ് നമ്മൾ കുത്തിവെപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം കുത്തിവെപ്പെടുത്തിട്ടില്ലേ? അമ്മമാർക്കറിയാമല്ലോ കുത്തിവെപ്പ് എടുത്തിട്ടില്ലേ? അപ്പൊ അന്ന് ഈ കുത്തിവെപ്പിന്റെ മരുന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തുമായിരുന്നു. സായിപ്പ് തന്നാൽ നമ്മൾ കുത്തും, സായിപ്പ് തന്നില്ലെങ്കിൽ നമുക്ക് കുത്താൻ പറ്റില്ല. ഇന്നോ 60% മരുന്നുകൾ, ലോകത്തിലുള്ള 60% മരുന്ന് നമ്മളാണ് ഉണ്ടാക്കുന്നത്. സായിപ്പിന് കുത്തണമെങ്കിൽ നമ്മൾ കൊടുക്കണം. ആ നാട്ടിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കോവിഡ് വന്നപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിലും മറ്റുമൊക്കെ മരിച്ചു, ഇവിടെ ആളുകൾ മരിച്ചു. പക്ഷേ കോവിഡ് സമയത്ത് വാക്സിൻ നമ്മളെല്ലാവരും ചോദിച്ചു, ആരും തന്നില്ല. എന്നാൽ പിന്നെ നമ്മളങ്ങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കോവിഡ് സമയത്ത് 250 കോടി ഡോസ് വാക്സിൻ ഉണ്ടാക്കുന്നത് നമ്മളാണ്. 200 രാജ്യങ്ങൾക്ക് സൗജന്യമായി കൊടുത്തത് നമ്മളാണ്. അത് നമ്മുടെ കരുത്താണ്. നമ്മൾ കൊടുത്ത കോവിഡ് വാക്സിൻ്റെ കവറിൻ്റെ പുറത്ത് നമ്മളൊരു ശ്ലോകം അച്ചടിച്ചു വെച്ചിരുന്നു, സൗജന്യമായി കൊടുത്ത വാക്സിൻ. ആ വാക്സിൻ്റെ പുറത്തടിച്ചത് ഒരു വേദശ്ലോകമാണ്. സർവേ സന്ത് നിരാമയ, എല്ലാവരുടെയും രോഗം മാറട്ടെ എന്ന്. എല്ലാവരുടെയും രോഗം മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ വാക്സിൻ കൊടുത്തത്. രോഗം മാറിയില്ലേ? നമ്മളിപ്പോഴെല്ലാവരും ഇവിടെ ഹാളിൽ വന്നിരിക്കുന്നില്ലേ? നമ്മളാരും മാസ്ക് കിട്ടുന്നില്ലല്ലോ. അത് നമ്മുടെ കരുത്താണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിദ്യാഭ്യാസം വേണം. എങ്കിൽ മാത്രമേ ഈ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ രാജ്യത്തിന് കൃത്യമായ രീതിയിൽ വികസിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയത്, ദേശീയ വിദ്യാഭ്യാസ നയം. നമ്മുടെ എല്ലാ കുട്ടികളും കൃത്യമായി പഠിക്കണം. അത് 3 വയസ്സ് തൊട്ട് കുട്ടികൾ പഠിക്കണം എന്ന് നമ്മുടെ സർക്കാർ, ഭാരത സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് തലച്ചോറ് ഏറ്റവും അധികം വികസിക്കുന്നത് എപ്പോഴാണ്? ജനിക്കുമ്പോൾ തന്നെ അത് വികസിച്ച് തുടങ്ങും. 2 വയസ്സാകുമ്പോൾ തന്നെ തലച്ചോറ് വലുതാകും. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വികാസം 3, 4, 5, 6 ആ വർഷങ്ങളിലാണ്. അപ്പം ആ വർഷങ്ങളിൽ കുട്ടികളെ മികവാർന്ന സ്കൂളുകളിൽ വിടണം. അപ്പം അത് നമ്മൾ വിടാതെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവനൊരു 25 വയസ്സായിട്ട് അവൻ്റെ ബുദ്ധിയൊന്നും വികസിക്കില്ല, അത് അവിടെ തീർന്നു. അപ്പൊ അതുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ചെറിയ പ്രായത്തിലുള്ള 3 വയസ്സുള്ള പ്രായം തൊട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് പഠിക്കണം? നമ്മുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FIGP എന്ന് പറയും. അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞ് നടന്നെങ്കിലും അത് ആദ്യമായി നടപ്പിലാക്കിയത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ഞാനാണ് നടപ്പിലാക്കിയത് ആദ്യമായിട്ട്. അത് നടപ്പിലാക്കിയതിന് ശേഷം ബാക്കി യൂണിവേഴ്സിറ്റിയെല്ലാം പറഞ്ഞ് ഇത് കൊള്ളാമല്ലോ എന്നാൽ പിന്നെ നമ്മൾ നടപ്പിലാക്കും. ഇപ്പൊ കേരളത്തിൽ എല്ലാവരും നടപ്പിലാക്കി. അതാണ് ഇന്നത്തെ കഥ. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് വിഷയവും പഠിക്കാം. പണ്ടത്തെ കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, എനിക്ക് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും അത് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് 3ഉം പഠിച്ച് ഞാൻ പുറത്തിറങ്ങി ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകാശത്ത് നോക്കിയിരിക്കും. അതായിരുന്നു സ്ഥിതി. ഇന്നതല്ല. കുട്ടിക്ക് എന്താണ് ഇഷ്ടം അത് പഠിക്കാം. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്ത് ജോലിയാണ് നമ്മുടെ കാത്തിരിക്കുന്നത് നമുക്കാർക്കും അറിയില്ല. കുട്ടി ഫിസിക്സും സംസ്കൃതവും മ്യൂസിക്കും പഠിക്കും. കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. അപ്പൊ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടികളോട് പറയാണ് ഞാൻ, അമ്മമാര് ചിലപ്പം അതല്ല ഇതല്ല എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം നിങ്ങളാണ് ഭാരത പൗരന്മാർ. നിങ്ങളിലാണ് നമ്മുടെ ഭാരതത്തിന്റെ യശസ് നിൽക്കാൻ പോകുന്നത്. അപ്പൊ അമ്മമാരെന്താണ് ചെയ്യേണ്ടത്? ഈ കുട്ടികൾ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ജങ്ക് ഫുഡ് അത് നമ്മുടെ കുട്ടികൾക്കുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? കുട്ടികളോട് ഞാൻ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? ആ കുട്ടി വേണ്ടിയിട്ടെന്ന് പറഞ്ഞേ, ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം നീ പറ. നമ്മുടെ കുട്ടികൾ ധൈര്യമുള്ള കുട്ടികളാണ്. ഭാരതത്തിന്റെ കുട്ടികൾ ആര് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയണം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? വെരി ഗുഡ്. അതിനൊരു കൈയടി കൊടുത്തേ. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം
നിങ്ങളുടെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതിനേക്കാളും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലും വളർന്നിട്ടില്ല, വളരുകയുമില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു കൈ കൂടെ കൊടുക്കാം. പക്ഷേ അവനത് പറഞ്ഞെങ്കിലും അമ്മ ഉണ്ടാക്കി കൊടുക്കണം. അമ്മമാര് സ്വിഗ്ഗിയിൽ പോയി വാങ്ങരുത്, സൊമാറ്റോയിൽ പോയി വാങ്ങരുത്, വീട്ടിൽ നിന്ന്. ഞാൻ അമ്മമാര് എന്ന് പറഞ്ഞത് അച്ഛന്മാരുണ്ടാക്കണ്ട എന്നല്ല, രണ്ടുപേരും ചേർന്ന് തന്നെ ഉണ്ടാക്കണം. അമ്മയും അച്ഛനും ചേർന്ന് തന്നെ ഉണ്ടാക്കണം. കാരണം കുട്ടികളെ വളർത്തേണ്ടത് അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് തന്നെയാണ്. കാരണം അവരിലൂടെയാണ് നമ്മുടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികൾ അത് രാത്രി 12 മണി വരെ ടിവിയും കണ്ട് മൊബൈലും കണ്ട് ഇരിക്കുമോ? ഇരിക്കുന്നുണ്ടല്ലേ. കുട്ടികൾ എത്ര മണിക്കൂർ ഇറങ്ങണം? എത്ര മണിക്കൂർ ഉറങ്ങുമോ നിങ്ങളൊക്കെ? വെരി ഗുഡ്. എല്ലാ ഉത്തരം പഠിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഈ ഉറങ്ങുന്നത് എന്തിനാ? അപ്പൊ പലരുടെയും വിചാരം അത് വേസ്റ്റാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, കുറച്ചുകൂടെ പഠിക്കണം, കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പരീക്ഷ എഴുതാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഉറങ്ങുന്ന സമയമാണ്. കാരണം തലച്ചോറ് അതെല്ലാം കൂടെ റീസെറ്റ് ചെയ്യുകയാണ്. നമ്മൾ പഠിച്ച ഓരോ സാധനങ്ങളും അത് തലച്ചോറിന് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതിങ്ങനെ നമ്മൾ വീട്ടിലെ വസ്ത്രങ്ങളൊക്കെ പലയിടത്തും വലിച്ചെറിയിടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുമല്ലോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയോ വന്നിട്ട് വേണം അതെല്ലാം അടുക്കി വയ്ക്കാൻ. ഈ അടുക്കി വയ്ക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ള സാധനം ഏതാണ്? പെട്ടെന്ന് എടുക്കാവുന്ന സ്ഥലത്ത് തലച്ചോറ് അവിടെ കൊണ്ടുവയ്ക്കും. അത് ഇനി 5-6 വർഷം കഴിഞ്ഞ് ഓർമ്മിച്ചാൽ മതി എന്നുള്ളതിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇങ്ങനെ നമ്മുടെ തലച്ചോറിനകത്ത് ഒരുപാട് അറകളുണ്ട്. ഈ അറകളിൽ അത് കൃത്യമായി അടുക്കി വയ്ക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിമാനായി മാറുന്നത്. അതേസമയം നമ്മൾ പലപ്പോഴും ഉറക്കമഴിഞ്ഞിരുന്ന് കുട്ടി പഠിക്കും, പിറ്റേ ദിവസം പോയ പരീക്ഷയിൽ നന്നായിട്ട് പോക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അപ്പൊ എന്നിട്ട് അവരെ അധ്യാപനം വരും, അമ്മയും കൂടെ പോകും, അച്ഛനും കൂടെ പോയി പറയും അവൻ ഇന്നലെ രാത്രി മുഴുവൻ പഠിച്ചതാണ്. എന്നിട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവന് മുട്ട കിട്ടി. അവനെന്താ മുട്ട കിട്ടിയാൻ കാരണം അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ പഠിച്ചതൊക്കെ തലച്ചോറിൽ അവിടെ ഇവിടെ കിടക്കുകയാണ്. തലച്ചോറിന് അത് എവിടെയാണെന്ന് അറിയില്ല. അവൻ അവിടെ ചെന്ന് ചോദ്യം കാണുമെങ്കിൽ ഇത് ഞാൻ വായിച്ചതാണ്, ഇതെവിടെയോ കിടക്കുകയാണ്, ഇതെങ്ങനെ മാന്തിയെടുക്കും? അവന് പറ്റില്ല. അപ്പോൾ അമ്മമാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹി മസ്റ്റ് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് 8 hours. അച്ഛന്മാർക്കും അമ്മമാർക്കും ഉറങ്ങാം അത്രയും നേരം. പക്ഷെ കുട്ടികളുടെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവർക്കാണ് ഈ സന്ദേശം. പിന്നെ കുട്ടികൾ വെറുതെ കളിച്ച് സമയം വേസ്റ്റാക്കരുത്. ഇവിടെ മര്യാദക്കരുത് പഠിക്കണം നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ പറയരുത്. കുട്ടികൾ കളിക്കണം. കളിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ഓരോ പേശികളും വളരാനാണ്, ശാരീരിക ആരോഗ്യത്തിനാണ്. ഇതാണ് നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, കളിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വികസിക്കുന്നു എന്നുള്ളതാണ്. കളിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പ്രത്യേക ഹോർമോണുകൾ വരും. കളിക്ക് വരുന്ന കുട്ടി സന്തോഷത്തോടെയല്ലേ വരുന്നത്. ഓടിച്ചാടി കളിച്ച് വരുന്ന കുട്ടി വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുമോ? അതോ നിങ്ങളോട് ചിരിച്ച് കൂടുതൽ ഭക്ഷണം ചോദിക്കും? എന്താ ചെയ്യുക? അവൻ ഭക്ഷണം ചോദിക്കും. കാരണം അവൻ സന്തോഷവാനാണ്. കളിക്കുമ്പോൾ തലച്ചോറിൽ ചില ഹോർമോണുകൾ, എൻഡോർഫിൻസ് എന്ന് പറയും, ഈ സാധനങ്ങൾ വരും. ഈ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോൾ, വിഷമം വരുമ്പോൾ ഒന്ന് നടക്കാൻ പോയി നോക്കൂ, ഒന്ന് ഓടാൻ പോയി നോക്കൂ, ഒരു ചെറുതായിട്ട് എന്തെങ്കിലും കളിക്കാൻ നോക്കൂ. തലച്ചോറ് റിലാക്സ്ഡ് ആവും. തലച്ചോറ് റിലാക്സ്ഡ് ആവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് നല്ലൊരു നടത്തത്തിലങ്ങ് പോകും. നടന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ എവിടെ നിന്നോ ഒരു തീരുമാനം വരും. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം കുട്ടികളെ കളിക്കാൻ അനുവദിക്കണം, കളിക്കാൻ വിടണം. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ കളിക്കളമില്ല. അതാണ് വലിയ പ്രശ്നം. നമ്മുടെ മൈതാനങ്ങളൊക്കെ വലിയ വലിയ മാളുകളായി മാറും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ എവിടെയെങ്കിലും കളിക്കാൻ അവസരമുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു 3-4 മണിക്കൂർ എല്ലാ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും
ശാരീരിക അധ്വാനം മസിൽ വളരാൻ മാത്രമല്ല, അത് മനസ്സ് വളരാൻ കൂടിയാണ്, തലച്ചോറ് വളരാൻ കൂടിയാണ്, നമ്മൾക്ക് സന്തോഷം പകരാൻ കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. വാസ്തവത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന, നല്ല രീതിയിൽ ഉറങ്ങുന്ന, നല്ല രീതിയിൽ കായിക അധ്വാനം ചെയ്യുന്ന കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാവില്ല. നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി, രാജ്യത്തിലെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമകളാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളാരും മോശക്കാരല്ല, അവർ മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നവരല്ല, അവരെ നിർബന്ധിച്ചു കൊടുക്കുന്നതാണ്, അവരെ പ്രലോഭിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടത്തുമ്പോൾ പിടിക്കുന്നത് ഈ നല്ല കുട്ടികളെ അല്ല. കുട്ടികളെല്ലാവരും നല്ലവരാണ്, ഞാൻ ഒരു കുട്ടിയും മോശമാണെന്ന് പറയില്ല. പക്ഷേ ഇവരെ ചതിക്കുഴിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വികസിക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ ഒരു വീട്ടിൽ തന്നെ, നമ്മുടെ വീട് ഗൾഫിൽ പോയി അല്ലെങ്കിൽ മകൻ നന്നായിട്ട് പഠിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അയൽവാസിക്ക് എന്താ തോന്നുക? ചെറുതായിട്ടൊരു അസൂയൊന്നും ഇല്ലേ? ഇല്ലേ? തോന്നില്ലേ? ചെറുതായിട്ട് അസൂയ. പക്ഷെ അസൂയ തോന്നിയിട്ട് ഒന്നും കാര്യമില്ല. അവര് ഒന്നുകിൽ പറയും നമ്മുടെ മകളും കൂടെ പോയി പഠിക്കുക, നമുക്കും കൂടെ ലോട്ടറി എടുക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പറയും. പക്ഷേ ചിലരങ്ങനെയല്ല, അവനൊരു പാര വെച്ചു കൊടുക്കാം, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദ്രവിക്കാം, അവൻ പോകുന്ന വഴിയിൽ വണ്ടി ഇടിച്ച് ചത്തുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നാം സംശയിക്കേണ്ട. അങ്ങനെ ചെയ്യുന്ന ആളുകൾ രാജ്യങ്ങളുടെ ഇടയിൽ ധാരാളമുണ്ട്. ഭാരതം വികസിക്കുന്നതിൽ നമ്മുടെ അയൽവാസികൾക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, ദേഷ്യമാണ്. പക്ഷെ അയൽവാസിക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അയൽവാസി ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്കറിയാം. അയൽവാസി നമ്മുടെ കാശ്മീരിൽ ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കി അടിച്ച് പപ്പടമാക്കി കൊടുത്തു. നമ്മൾ അയൽവാസിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. നമുക്കെതിരായിട്ട് ഒരു യുദ്ധത്തിലും ഒരു കാലത്തും നമ്മുടെ അയൽവാസി ജയിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അവനെന്ത് ചെയ്യും? കള്ളക്കളി ചെയ്യും. കള്ളക്കളി ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശക്തി, വികസിത രാജ്യമായി പോകാൻ പോകുന്ന ഭാരതം എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്. ആലോചിച്ച് നോക്കൂ, ഈ ചെറുപ്പക്കാരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലോ, അവരെല്ലാവരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലോ, അവർ യാതൊരു ബോധവുമില്ലാതെ തെരുവിലിങ്ങനെ നടക്കുന്ന ആളുകളാണെങ്കിലോ, രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത്തരം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മിടുക്കിയായ കുട്ടി, ക്ലാസ്സിലൊക്കെ 1ാം റാങ്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്നൊരു ദിവസം അവൾ ആരോടും വർത്തമാനം പറയുന്നില്ല, അച്ഛനും അമ്മയായിട്ട് അടിയുണ്ടാക്കുന്നു. അന്വേഷിച്ചപ്പോൾ അവളുടെ മുറിയിൽ രഹസ്യമായി ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ നീഡിലുകൾ കണ്ടെത്തി. അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ചികിത്സ കൊടുത്തു. അങ്ങനെ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ നോക്കും. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കേണ്ടത് അച്ഛനും അമ്മയുമാണ്. നിങ്ങളുടെ കുട്ടിയെ നിത്യവും നിങ്ങൾ സൂക്ഷിക്കുക, അവനെ പൊന്നുപോലെ സൂക്ഷിക്കുക, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക. അവനിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവൻ്റെ അധ്യാപകരോട് പറയുക, അവനുമായി ബന്ധപ്പെട്ട ഒളിച്ചു വെക്കരുത്. ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക. സഹായിക്കാൻ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തിയാൽ അവരെ പിടിച്ച് തകർക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. സംസ്ഥാനത്തിൽ സംവിധാനമുണ്ട്, രാജ്യത്ത് സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ്? നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരത മാതാവാണ്. ആ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വികസിത ഭാരതത്തിന് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ മികവാർന്ന കുട്ടികളായി, മികവാർന്ന പൗരന്മാരായി വളർത്തേണ്ട ചുമതല ഓരോ ഗ്രഹനാഥയ്ക്കുമുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഗ്രഹനാഥയ്ക്കാണ് കൂടുതൽ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഭാരതാംബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വന്ദേ മാതരം എന്ന് പറയുന്നത്. അമ്മയാണ്. ഈ ഭാരതഭൂമി
അമ്മയാണ്. വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്നത്, പാടുന്നത് അതുകൊണ്ടാണ്. അമ്മ ആരാണെന്ന് അറിയാത്തവരാണ് വന്ദേ മാതരം പറയുന്നതിനെ എതിർക്കുന്ന ആളുകൾ. പക്ഷേ അമ്മ ആരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ വന്ദേ മാതരം എന്ന് തന്നെ എപ്പോഴും പറയും. അങ്ങനെയാണ് പറയേണ്ടത്. അവർ മാറും. ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആ മാറ്റം നമ്മുടെ നാട്ടിലും വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ എത്രത്തോളം പഠിക്കണമോ അതിനുള്ള സൗകര്യം ചെയ്യാൻ ഈ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് വേണമെങ്കിലും പഠിക്കുക. അതുപോലെ തന്നെ പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് പലരും എന്താ ചെയ്യുക? PSC പരീക്ഷ എഴുതും. PSC പരീക്ഷ എഴുതിയാലോ അത് കിട്ടുമോ? കിട്ടണമെങ്കിൽ വേറെ പരീക്ഷകളും കൂടെ നടത്തണം, വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്യണം. അത് വിടുക. നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം തുടങ്ങാൻ നമ്മൾ ചെയ്യണം. ഭാരതം സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്ന ഒരു മഹാസംസ്കാരമായിരുന്നു. നമ്മൾ വികസിത രാജ്യമാകാൻ പോകുന്നു 47 ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത് വികസിക്കാൻ പോകണമെന്ന്. അങ്ങനെയല്ല. 500 വർഷം മുമ്പേ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യം ഇന്ത്യയായിരുന്നു. ആ പദവിയിലൂടെ നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നതല്ല, തിരിച്ചു പോകാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ആ പദവി നഷ്ടപ്പെട്ടത്? പദവി നഷ്ടപ്പെട്ടത് ഇവിടെ കള്ളന്മാർ വന്നു. നിങ്ങളുടെ വീട്ടിൽ ധാരാളം സ്വർണവും പണവും ഉണ്ട്. ഒരു കള്ളൻ അത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അവിടെ വന്ന് നിങ്ങളുടെ പണവും നിങ്ങളുടെ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ദരിദ്രനാണ്. അതാണ് നമുക്ക് സംഭവിച്ചത്. ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, മുഗളന്മാർ ഇവരൊക്കെ ഇവിടെ വന്ന് നമ്മളെ കൊള്ളയടിച്ചതാണ്. കൊള്ളയ്ക്ക് ചില ആളുകൾ കൂട്ടി നിന്നു എന്നുള്ളത് പോട്ടെ, അതെല്ലായിടത്തും അങ്ങനെയുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊരു കള്ളം വന്നു കഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൂട്ടത്തിൽ ഒരാളുണ്ടാവും, അത് പോട്ടെ. പക്ഷേ കൊള്ളക്കാരെല്ലാം കൊണ്ടുപോയത് കൊണ്ട് നമ്മളൊന്നും ഇല്ലാതാകുന്നില്ല. കാരണം ഇത് മുഴുവൻ സൃഷ്ടിച്ചത് നമ്മളാണ്. അത് സൃഷ്ടിച്ചത് നമ്മുടെ കഴിവുകൊണ്ടാണ്. ആ സൃഷ്ടിച്ച നമ്മുടെ കരുത്ത് അത് നമ്മുടെ ജീനുകളിലുണ്ട്. എന്നും സമ്പത്തുണ്ടാക്കാൻ, എന്നും കഴിവുണ്ടാക്കാനുള്ള കരുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീനുകളുണ്ട്. ആ ജീനുകൾ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്ന് വേണമെങ്കിലും തിരിച്ചു ചെയ്യാൻ കഴിയും. അത് തിരിച്ചു ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നോ 500 വർഷം മുമ്പ് അതിലോട്ട് തിരിച്ചു പോകുന്നു. അതാണ് നമ്മളിവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, വൈസ് ചാൻസലർമാരെ നമ്മുടെ ചെറുപ്പക്കാരെ കാണൂ, എന്നിട്ട് അവരോട് പറയൂ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയൂ. യെസ് പോരാ, ശബ്ദം പോരാ. രാജ്യം വികസിക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ സന്ദേശം ഞാൻ നിങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.